Hi everyone. Next problem. Evaluate the surface integral double integral over x z square ds, where s is that portion of the cylinder y is equal to 2x square plus 1 in the first octant bounded by x equal to 0, x equal to 2, z equal to 4 and z equal to 8. നമുക്ക് ഇവിടെ സർഫസ് ഇൻ്റഗ്രലാണ് കാണേണ്ടത്. അതിൻ്റെ ജി ഓഫ് എക്സ് വൈ സെഡ് എന്താണ് ഇവിടെ എക്സ് സെഡ് സ്ക്വയർ ആണ്. അതായത് ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സെഡ് സ്ക്വയർ. ഇനി എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നോക്കൂ. എസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി സിലിണ്ടർ, ഒരു സിലിണ്ടറിൻ്റെ പോർഷനാണ്, അതായത് ഒരു പൈപ്പിൻ്റെ ഒക്കെ ചെറിയ ഭാഗം ഉണ്ടല്ലോ അത്. ഇൻ ദ ഫസ്റ്റ് ഒക്ടൻറ്റ്, അത് എവിടെയാണുള്ളത്? ഒന്നാമത്തെ ക്വാഡ്രൻറ്റിലാണുള്ളത്. ബൗണ്ടഡ് ബൈ ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 4 ആൻഡ് സെഡ് ഈക്വൽ ടു 8 എന്നതിലാണ് ഇത് കിടക്കുന്നത്. അതായത് നമ്മുടെ സിലിണ്ടറിൻ്റെ പോർഷനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇപ്പോൾ എഴുതാൻ പറ്റും. നേരെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലമൊക്കെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ ജി ഓഫ് എക്സ് വൈ സെഡ് നമുക്കിത് കിട്ടി. വൈ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1ൽ നിന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് സെഡ് കിട്ടും. കാരണം ഇവിടെ വെറും എക്സ് സെഡിലുള്ള ഫംഗ്ഷനാണ്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് സെഡ് കിട്ടും. അതായത് 2x സ്ക്വയർ പ്ലസ് 1. എന്നിട്ടോ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2, അതായത് 0 to 2ലാണ് എക്സ് വാരി ചെയ്യുന്നത്. സെഡ് ഈക്വൽ ടു 4 to സെഡ് ഈക്വൽ ടു 8, അല്ലെങ്കിൽ 4 to 8 ആണ് സെഡ് വാരി ചെയ്യുന്നത്. നേരെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നമുക്കത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പം എക്സ് സെഡിൽ എന്ത് വേണം? ഒരു സിലിണ്ടറിൻ്റെ പോർഷൻ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ പോർഷൻ. നോക്കൂ, സിലിണ്ടർ പോർഷനാണിത്. ഈ സിലിണ്ടറിൻ്റെ പോർഷൻ്റെ പ്രൊജക്ഷൻ എന്താ വരിക? പ്രൊജക്ഷൻ എന്നത് ഇവിടെ നോക്കൂ, ഇവിടെയുള്ള ഒരു റെക്റ്റാങ്കിളായിട്ടാണ് വരിക അല്ലേ? ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ വേരിയേഷൻ, അതായത് അത് എക്സും ഏത് മുതലാണ്, സെഡ് ഏത് മുതലാണെന്നുള്ളതൊക്കെ നോക്കി വെക്കാം. ഇവിടെ നോക്കൂ, എക്സിലും സെഡിലുമാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ഷൻ കിടക്കുന്നത്. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 മുതൽ, ഇതാണ് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ ഉണ്ട്. അതേപോലെ സെഡ് എവിടെ നിന്നാണ്? സെഡ് എന്നത് 4 മുതൽ 8 വരെയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ഷനായിട്ടുള്ള ഈ ഒരു റെക്റ്റാങ്കിൾ എന്നത് ഏതിലാണ് ഉള്ളത്? എക്സ് ഈക്വൽ ടു 0ലും എക്സ് ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 4 ആൻഡ് സെഡ് ഈക്വൽ ടു 8 എന്നതിലാണ് ആ ഒരു റെക്റ്റാങ്കിൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ജി ഓഫ് എക്സ് വൈ സെഡ് എന്നത് എക്സ് സെഡ് സ്ക്വയർ കിട്ടി. എക്സിൻ്റെ വേരിയേഷൻ എന്നത് 0 to 2ഉം സെഡിൻ്റെ വേരിയേഷൻ എന്നത് 4 to 8ഉം ആയി. നമുക്കൊരു വേറൊരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. ഏതാണത്? വൈ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1. അപ്പോൾ വൈ ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്നതിനെ നമ്മൾ എഴുതുന്നത് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് സെഡ് എന്നാക്കി എഴുതാം. നിങ്ങൾ എഫ് ഓഫ് എക്സ് സെഡ് അല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ്, അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സെഡ്. ഈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സെഡ് ആണെങ്കിൽ വൈ എന്താ തന്നിട്ടുള്ളത്? 2x സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നതും ഇപ്പോൾ കിട്ടിയതെല്ലാം കൂടെ എഴുതുവാണ്. അതായത് ജി ഓഫ് എക്സ് വൈ സെഡ് എന്നത് എന്ത് കിട്ടി? എക്സ് സെഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, കൂടാതെ എഫ് ഓഫ് എക്സ് സെഡ് എന്നത് എന്ത് വന്നു? എഫ് ഓഫ് എക്സ് സെഡ് എന്നത് 2x സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതേപോലെ സെഡിൻ്റെ വേരിയേഷൻ എന്നത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എഫ് ഓഫ് എക്സ് സെഡ് എന്നത് 2x സ്ക്വയർ പ്ലസ് 1 ആണ്. അതിന് എക്സിലും പാർഷ്യൽ ഡെറിവേറ്റീവ് വേണം, അതേപോലെ സെഡിലും പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. വി ഹാവ് എഫ് ഓഫ് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് സെഡ് എന്താ വരും? എഫ് എക്സ് ഓഫ് എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 1.
സം റൂൾ പ്രകാരം നമുക്കിതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x² പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 എന്ന് വരും അല്ലേ? ഇവിടെ 2 എന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2ന് നമുക്ക് പുറത്തെടുക്കാം. 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് x² പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x²നെ എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താലും ഓർഡിനറി ഡെറിവേറ്റീവ് ചെയ്താലും ഒക്കെ തന്നെ വരിക 2x, കാരണം ഇവിടെ ഒറ്റ വേരിയബിളേ ഉള്ളൂ. ഇനി 1നെ ഡെറിവേറ്റീവ് ചെയ്താലോ 0 വരും. അപ്പോൾ 4x എന്ന് കിട്ടി. 2 ഇൻറ്റു 2x 4x. So fx of xz equal to 4x. Then fz of xz എന്താ വരും? ഡോ ബൈ ഡോ z ഓഫ് 2x² പ്ലസ് 1. ഇവിടെ നോക്കൂ, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത് സെഡിലാണ്. പക്ഷെ എന്തിനാണ് ഡെറിവേറ്റീവ് വേണ്ടത്? 2x² പ്ലസ് 1നെയാണ്. അപ്പോൾ 2x² പ്ലസ് 1ൽ എവിടെയെങ്കിലും സെഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ സെഡിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എക്സും വൈയും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 2x² പ്ലസ് 1 എന്ന ഫംഗ്ഷന് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ fz ഓഫ് xz ഇസ് ഈക്വൽ ടു 0. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? ഡി എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് സെഡ് സ്ക്വയർ ആണ്. അതിൽ വൈ ഒന്നും ഇല്ല. അപ്പോൾ എക്സ് സെഡ് സ്ക്വയർ മാത്രമേ ഉള്ളൂ അല്ലേ? എക്സ് സെഡ് സ്ക്വയർ ഇൻറ്റു ഡി എസ് എന്നാണ് വരുന്നത്. ഇൻറ്റു ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി എസിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് എഫ് സെഡ് ഓഫ് എക്സ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എനെ നമുക്ക് മാറ്റാം. അപ്പം ഇതെന്താ വരിക? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ 6 ഇവിടെ 6 ആയിട്ട് മാറും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ 6 ഡി ആകുമ്പോൾ ഇവിടെ 6 വരണം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് സെഡ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് എന്താ? എഫ് എക്സ് പറയുമ്പോൾ നമ്മൾ കണ്ടു 4x ആണെന്ന് തോന്നുന്നു അല്ലേ? 4x എഫ് സെഡോ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ 4x ഹോൾ സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 4x ഹോൾ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, കാരണം എഫ് സെഡ് എന്നത് 0 സ്ക്വയർ ആണ്. ഇനി ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സെഡ് ഡി എക്സ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡിലും എക്സിലുള്ള ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡി എക്സ് എഴുതിയാൽ നമ്മൾ ആദ്യം എക്സിൻ്റെ ലിമിറ്റ് എഴുതണം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്നത് 0 to 2, സെഡിൻ്റെ ലിമിറ്റ് എന്നത് 4 to 8, എക്സ് സെഡ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ 16, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സെഡ് ഡി എക്സ്. നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും അല്ലേ? ആദ്യം സെഡിൽ ചെയ്യാം. ഇവിടെ നോക്കൂ, സെഡിൽ ചെയ്യുമ്പോൾ എക്സ് സെഡ് സ്ക്വയർ, ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ, ഇതിലും എന്തില്ല? സെഡ് ഇല്ല. അപ്പോൾ ഇവിടെ ആര് മാത്രമാണ് ചെയ്യേണ്ടത്? ഈ സെഡ് സ്ക്വയറിനെ മാത്രമാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് അവിടെ പുറത്തുണ്ട്. പിന്നെ എന്തുണ്ട്? റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ, ഇതിലൊന്നും സെഡ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി സെഡ് മാത്രം സെഡ് സ്ക്വയർ ആണ്. സെഡ് സ്ക്വയർ ഡി സെഡ്, സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 to 8 ആണ്.
പുറത്താരുണ്ട്, ഒരു ഡി എക്സും ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ. ഇനി നോക്കൂ, സെഡ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സെഡ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ z³ 3 അല്ലേ? 8 അപ്പർ ലിമിറ്റ്, 4 ലോവർ ലിമിറ്റ്. അപ്പോൾ സെഡ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്നത് z³ 4 to 8, പുറത്തൊരു ഡി എക്സും ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. z³ ആദ്യം എന്ത് ചെയ്യുക, 8 കൊടുക്കുക. അപ്പോൾ 8³ എന്ന് വരും. 8³ മൈനസ്, ഇവിടെ ലോവർ ലിമിറ്റ് 4 ആണ്. അപ്പോൾ സെഡിന് 4 എടുക്കുമ്പോൾ 4³ ഡിവൈഡഡ് ബൈ 3. അപ്പം 8³ മൈനസ് 4³ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡി എക്സ്. 8³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 512 ആണ്. 4³ എന്ന് പറയുമ്പോൾ 64 ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ. ലിമിറ്റ് അവിടെ കൊടുക്കുമ്പം 512 മൈനസ് 64 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ? അപ്പോൾ 512 മൈനസ് 64 ഡിവൈഡഡ് ബൈ 3, പുറത്തൊരു ഡി എക്സും ഉണ്ട്. 512 64 കുറച്ചാൽ എത്രയാണ്? 448 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിന് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 448 ഡിവൈഡഡ് ബൈ 3. ഇനിയോ ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വന്നു. ശരിയല്ലേ? ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കുക. അതായത് 1 + 16 എക്സ് സ്ക്വയറിന് നമ്മൾ ഒരു യു എന്ന് കൊടുക്കുക. അപ്പോൾ പുട്ട് യു ഈക്വൽ ടു 1 + 16 എക്സ് സ്ക്വയർ. ഡി യു എന്താ വരിക? ഡി യു ഇതിന് ഡെറിവേറ്റീവ് ചെയ്യാം. 1ന് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0 വരും. 16 ഇൻറ്റു എക്സ് സ്ക്വയർ, ഇപ്പോൾ എക്സ് സ്ക്വയറിന് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 2x വരും. 16 ഒപ്പം ഉണ്ട്. അപ്പോൾ 16 ഇൻറ്റു 2x, അതായത് 32x ഡി എക്സ് എന്ന് വന്നു. ഇവിടെ ഡി എക്സും കൂടെ ഉണ്ട്, കാരണം എക്സിലല്ലേ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഡി യു എന്നത് നമുക്ക് എന്ത് വന്നു? 32x ഡി എക്സ് വന്നു. നമുക്ക് എക്സ് ഡി എക്സ് മാത്രം മതി. എക്സ് ഡി എക്സ്, കാരണം എന്താ? ഇവിടെ എക്സും ഇവിടെ ഒരു ഡി എക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ഡി എക്സ് എന്നത് നമുക്ക് വരിക du/32 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലിമിറ്റ് നോക്കണം. ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ യുടെ ലിമിറ്റ് എന്താ വരിക? യു ഈക്വൽ ടു 1 + 16 എക്സ് സ്ക്വയർ എന്നല്ലേ? അപ്പോൾ എക്സ് 0 ആകുമ്പോൾ യു ഈക്വൽ ടു 1 വരും. ഇനി എക്സ് എന്നത് എന്താണ്? 2 വരുമ്പോൾ യു എന്താ വരിക? യു ഈക്വൽ ടു 1 + 16 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 16 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 + 1 എന്ന് പറയുമ്പോൾ 65. അപ്പം എക്സ് എന്നത് 0 to 2 ആയിരുന്നു. അപ്പം നമ്മൾ യുവിലേക്ക് മാറ്റുമ്പോൾ യുടെ ലിമിറ്റ് എങ്ങോട്ടാണ് വരിക? 1ൽ നിന്നും 65ലേക്ക് മാറും. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു ഇതല്ലായിരുന്നു, 448 ഉണ്ടായിരുന്നു. 448 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ ഡി എക്സ് എന്നായിരുന്നില്ലേ? അപ്പം ഇതെങ്ങനെ വരും? 448 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0, എക്സ് 0 ആകുമ്പോൾ യു എന്തായിരുന്നു? 1. അപ്പോൾ 1 to 65. ഇത് നോക്കൂ, റൂട്ട് ഓഫ് 1 + 16 എക്സ് സ്ക്വയർ, ഇത് നമ്മൾ യു എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വരും? റൂട്ട് യു എന്ന് വന്നു. എക്സ് ഡി എക്സിനെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് ഡി യു ബൈ എന്താ കിട്ടിയത്? du/32 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഈ 32നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 448 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 32 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 65 റൂട്ട് യു ഡി യു എന്ന് വരും. ഇനി റൂട്ട് യു എന്ന് പറഞ്ഞാൽ യു റേസ് ടു 1/2 ആണ്. നമുക്കിതിനെ 448 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 32 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 65 യു റേസ് ടു റൂട്ട് യു എന്ന് പറഞ്ഞാൽ യു റേസ് ടു 1/2 ഡി യു. യു റേസ് ടു 1/2നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 448 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 32 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 65 യു റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1. അപ്പോൾ ഈ ഇത് വേണ്ടല്ലോ അല്ലേ, ഇൻ്റഗ്രലിൽ വേണ്ടല്ലോ, അപ്പോൾ ലിമിറ്റ് കൊടുത്താൽ പോരെ. അപ്പോൾ യു റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 ലിമിറ്റ് 1 to 65. 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 448 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 32 ഇൻറ്റു യു റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 1 to 65. ഈ 3/2 ഉള്ളത് എന്തായി മാറും? 2/3 എന്നാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 448 ഇൻറ്റു 2 വരും അവിടെ. മാത്രമല്ല എന്തുകൊണ്ടുണ്ട്? 3 ഇൻറ്റു 32 3 ഇൻറ്റു 32 ഇൻറ്റു ഒരു 3യും കൂടെ വരും. കാരണം ഈ 3/2 എന്നുള്ളത് എന്തായി മാറും? 2/3 എന്നായി മാറും. ഇനി യു റേസ് ടു 3/2. ഇപ്പോൾ യു റേസ് ടു 3/2ന് യുക്ക് ഏത് കൊടുക്കണം? 65 കൊടുക്കണം ആദ്യം. അപ്പോൾ 65 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2ഉം 32ഉം കൂടി ക്യാൻസൽ ചെയ്താൽ 1ഉം 6ഉം അല്ലേ വരിക. ഓക്കെ, ഇനി ഇതും കൂടെ ക്യാൻസൽ ചെയ്താൽ 28 എന്ന് വരും. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 28/9 65 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1627.26. ഓക്കെ, താങ്ക് യു.